വിശദാംശങ്ങളിലേക്ക് ലോക്സഭാ സ്പീക്കറായി ഓം ബിർളയെ രണ്ടാം തവണയും തെരഞ്ഞെടുത്തു. ശബ്ദ വോട്ടോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല. Shri Om Birla is declared elected as the Speaker of this House. I invite Shri Om Birla to occupy the chair. ചേരുന്നു നിതിൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരു ബലാബലം ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. കൊടിക്കുന്നിൽ സുരേഷിനെ രംഗത്തിറക്കി ഒരു മത്സരം ഉണ്ടാക്കാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? വിജി 11 മണിയോടുകൂടി ലോക്സഭയിലെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സഭ ആരംഭിച്ച ഉടൻ തന്നെ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചു. രാജ്നാഥ് സിംഗ് ഈ പ്രമേയത്തെ പിന്തുണച്ചു. തുടർന്ന് NDAയിലെ കക്ഷി നേതാക്കൾ സംസാരിച്ചു. അതിനുശേഷം കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി പ്രതിപക്ഷത്തു നിന്നും ശിവസേന പ്രമേയം അവതരിപ്പിച്ചു. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചു. കൊടിക്കുന്നിൽ സുരേഷിനും ഓം ബിർളയ്ക്കും വേണ്ടി 16 പ്രമേയങ്ങളാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. തുടർന്ന് പ്രോട്ടം സ്പീക്കർ മെഹ്താ ഭർത്തഹരി ഇത് സംബന്ധിച്ച പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രമേയം അംഗീകരിക്കുന്നതായി പറഞ്ഞു. ശബ്ദ വോട്ടോടുകൂടി ലോക്സഭ ഈ പ്രമേയം പാസാക്കി. എന്നാൽ പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല. തുടർന്ന് ഓം ബിർളയെ 18ാം ലോക്സഭയുടെ സ്പീക്കറായി അംഗീകരിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജു എന്നിവർ ചേർന്ന് ഓം ബിർളയെ സ്പീക്കറുടെ കസേരയിലേക്ക് സ്പീക്കറുടെ കസേരയിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നത് നമ്മൾ കണ്ടു. ഇതോടുകൂടി തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ലോക്സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രതിപക്ഷമാണ് ഒരു സഭയുടെ ശക്തി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ സ്പീക്കർ പദവി വലിയ ഉത്തരവാദിത്തമാണെന്നും സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയ ഓം ബിർളയെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. എന്തായാലും അരമണിക്കൂറിനുള്ളിൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി. വലിയ ഒരു ബലാബലമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ അത്തരത്തിൽ ഒരു ബലാബലം സഭയിൽ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല. കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഘടകകക്ഷികളുടെ ആവശ്യത്തെ തുടർന്നാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തതെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഘടകകക്ഷികൾ പലരും വോട്ടെടുപ്പിന് എതിരായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. എന്തായാലും ഘടകകക്ഷികളുടെ ആവശ്യം മാനിച്ചാണ് കോൺഗ്രസ് ശബ്ദ വോട്ടോടുകൂടി ഇത് പ്രമേയം പാസ്സാക്കുന്നതിന് അനുമതി നൽകിയതെന്നും അതുകൊണ്ടാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തതെന്നുമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അരമണിക്കൂറിനുള്ളിൽ നടപടിക്രമം പൂർത്തിയാക്കി 18ാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫിജി. നിതിൻ, ഇനി സാധാരണ സഭാ നടപടികളിലേക്ക് ഇന്ന് തന്നെ കടക്കുമോ? അതിന്റെ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്ന ചില അംഗങ്ങൾ ഇന്ന് സഭയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷം സഭാ നടപടികളിലേക്ക് കടക്കും. എന്തായാലും സഭാ നടപടികൾ അത്ര സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ സഭയ്ക്കകത്ത് ഉയർത്താനുണ്ടെന്ന് നേരത്തെ പ്രതിപക്ഷം തന്നെ പറഞ്ഞിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം, പശ്ചിമ ബംഗാളിലെ തീവണ്ടി അപകടം, CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാനും പാർലമെന്റിനകത്ത് ഉയർത്താനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 2 തവണത്തെ പോലെയല്ല ഇത്തവണ പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ അംഗനില. പ്രതിപക്ഷം വളരെ ശക്തമാണ്. ഭരണപക്ഷത്തെ ഏത് തരത്തിലും വെല്ലുവിളിക്കാൻ കഴിയുന്ന അംഗസംഖ്യ ഇത്തവണ പ്രതിപക്ഷത്തുണ്ട്. അതുകൊണ്ട് ഭരണപക്ഷത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നതാണ് ഏറ്റവും വ്യക്തമായ കാര്യം. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ഉൾപ്പെടെ നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇത്തവണ BJPക്കും NDAക്കും ലോക്സഭയിലുള്ളത്. എല്ലാ വിഷയങ്ങളിലും രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം തന്നെ പാർലമെന്റിന് അകത്ത് ഉയർത്താനാണ് തീരുമാനം. കഴിഞ്ഞ 2 തവണയും 2014-ലും 2019-ലും ലോക്സഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി ലോക്സഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവാണ്. ലോക്സഭയ്ക്കകത്തും പുറത്തും വിഷയങ്ങൾ ഉയർത്തിക്കാണിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ നേതാക്കന്മാരും വ്യക്തമാക്കിയിരുന്നു. ഈ സഭാ സമ്മേളന കാലയളവിലും നമുക്ക് അത് തന്നെ കാണാൻ കഴിയും. നേരത്തെ ബില്ലുകൾ ചർച്ചയൊന്നും കൂടാതെ നിരവധി ബില്ലുകൾ പാസ്സാക്കിയത്, ഏറ്റവും ഒടുവിൽ CAA ബില്ലടക്കം ചർച്ച കൂടാതെ പാസ്സാക്കിയത്
നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെയായിരിക്കില്ല. ബില്ലിന്മേൽ കൃത്യമായ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹളം സഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായി പ്രതിപക്ഷത്തെ ശ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ ശബ്ദത്തെ മാനിച്ചുകൊണ്ട് മാത്രമേ ഇനി ഭരണപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം സഭയിൽ 232 അംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിനും 293 അംഗങ്ങളാണ് NDAയ്ക്കുമുള്ളത്. ബലാബലമുള്ള സഭാ സമ്മേളനങ്ങൾക്കായിരിക്കും ഇനി രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുക. ഫിജി, തീർച്ചയായും വിവിധ പ്രശ്നങ്ങളിൽ വിഷയങ്ങളിൽ ഉള്ള പ്രതിപക്ഷത്തിൻ്റെ സമീപനം വളരെ നിർണായകമായിരിക്കും. സഭ പലവട്ടം പല വിഷയങ്ങളിൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാഹചര്യവും മുന്നിൽ കാണേണ്ടതുണ്ട്. നിതിനാണ് വിവരങ്ങളുമായി ചേർന്നത്.